പ്രിയമുള്ളവരെ, എല്ലാവർക്കും വണക്കം. ഇപ്പോഴത്തെ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് മുഖ്യമന്ത്രി? ഒരു മുഖ്യമന്ത്രി ചെയറുണ്ട്, 3 പേര് ഇപ്പോൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. വേറെ ആൾക്കാരൊക്കെ ഉണ്ടാവും, പക്ഷേ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് 3 പേരാണ് ആ സ്ഥാനത്തെ കുതിച്ചിട്ട്. ഒരു നിവൃത്തിയില്ലല്ലോ, 3 പേർക്കും കൂടി വീതിച്ച് നൽകാൻ പറ്റില്ല. മാത്രമല്ല 3 ചെയറും കൊടുക്കാൻ പറ്റില്ല. അതിനൊക്കെ അതിൻ്റേതായ മഹിമയൊക്കെ ഇല്ലേ. അപ്പം നമുക്കതിനൊരു ടെക്നോളജി കണ്ടുപിടിക്കണം. ടെക്നോളജി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുസ്തി മത്സരം നടത്തിയിട്ട് വിജയികളായ അവരെ മുഖ്യമന്ത്രിയാക്കാച്ച അത് പറയുന്നതൊരു ശരിയായ നടപടിയല്ല. കാരണം അവർക്ക് പ്രായമുണ്ട്, പക്വത ഉണ്ട്. അപ്പം നമ്മൾ അതിനെ ബഹുമാനിക്കണം. അപ്പം അത് വേണ്ട, ഗുസ്തി മത്സരം ഒഴിവാക്കാം. ഓട്ട മത്സരമായാലോ, ഓട്ട മത്സരത്തിലാണെങ്കിലും നമ്മൾ അവർ പ്രായമുള്ളവരാണ്, അപ്പോൾ അതിൻ്റെ പക്വതകളുണ്ട്, അത് ഒഴിവാക്കി. ബുദ്ധി മത്സരം നടത്തിയിട്ട് വിജയിക്കുക വെച്ചാൽ ഇല്ല, അതിൽ വിജയം കാണില്ല, അതങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ ആലോചിച്ചു, വളരെ ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനം, എനിക്ക് തോന്നിയ ഐഡിയ കേട്ടോ, ഒരു തീരുമാനം കണ്ടു. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതൊന്നൊരു സാധനം നമ്മൾ പുറത്തെടുക്കുന്നു. ഇത് ഒന്ന് തല, ഒന്ന് പുള്ളി. പണ്ട് അങ്ങനെ പറയുന്നത്. അപ്പോൾ പണ്ടൊക്കെ ഇതുകൊണ്ട് ഇങ്ങനെ കാണിയിട്ട് ഇങ്ങനെ ചിമ്പിപ്പോത്ത് അറിയും മലയാളത്തിൽ. നമുക്ക് മലയാളമല്ലേ അറിയുള്ളൂ. അപ്പോൾ അന്ന് പൈസക്ക് ചിമ്പിപ്പോത്തുന്നവരുണ്ട്, അല്ലാത്ത തമാശക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഒരാൾ തല, ഒരാൾ പുള്ളി, 2 പേരെ ആദ്യം വെക്കുക. എന്നിട്ട് ഒരാൾ തള്ളിയും പുള്ളിയും പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ആക്കി കഴിഞ്ഞ് ഫസ്റ്റ് ഒരാൾ കിട്ടും, ആളെ ഒഴിവാക്കുക. അത് സമ്മതം വേണം. അവരുടെ ഏറ്റവും പ്രാതിനിധ്യമുള്ളവരെ ആദ്യം എടുക്കണം. ലാസ്റ്റ് എടുക്കുന്നവർക്ക് കൂടുതൽ പ്രാതിനിധ്യമുണ്ട്. അപ്പോൾ അത് തുടങ്ങിയിട്ട് അങ്ങനെ സമ്മതമാണെങ്കിൽ ആ ഐഡിയ ചെയ്യാം. ഇത് ആരോടും പറയരുത്. നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ അത് രഹസ്യമായിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കണം. ഇനി വേറൊരു കാര്യമുണ്ട്. ഇനി നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് വരാം. എന്തിനു വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കുന്നത്? ഒന്നാമത്തതേ മുഖ്യമന്ത്രി ആയാൽ, അല്ലെങ്കിലും ഇപ്പോൾ ഈ വെറും ഓട്ട വീണിട്ട് കാലിയായി കിടക്കുന്നതാണ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ല, ജനസേവനമോ അല്ലെങ്കിൽ മൃഗസേവനമോ അല്ലെങ്കിൽ പരിസ്ഥിതി സേവനമോ എന്തെങ്കിലും സേവനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്തിനാ മുഖ്യമന്ത്രിയാവണം? മുഖ്യമന്ത്രി ആയതിന് കുറ്റം പറയില്ല കേട്ടോ. മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും എല്ലാവരും അതിൻ്റെ സ്ഥാനങ്ങളുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി ആകാതെയും സേവിക്കാം, മന്ത്രിമാർക്കും സേവിക്കാം, MLA മാർക്കും. എന്തിന്? സാധാരണ നേതാവായാൽ പോലും ജനസേവനമായാലും അല്ലെങ്കിൽ എന്ത് സേവനമായാലും നടത്താം. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, ചെറിയ കുഞ്ഞു കാഴ്ചപ്പാട്. അതുകൊണ്ട് നിങ്ങളൊക്കെ കഴിവുള്ളവരാണ്. അപ്പോൾ കിട്ടിയ സ്ഥാനത്തിരുന്ന് സൂപ്പറായി ആണുങ്ങളെ പോലെ ഭരിക്കും. അത് നാണക്കേടാണ്. കാരണം എന്താ പറയുക, ഈ ഇലക്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹാക്കൾ പോലും നമ്മുടെ മുൻ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യാതെ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മാന്യത അവരോടെങ്കിലും കാണിക്കണം, ജനങ്ങളോട് കാണിക്കണം, കേരളത്തോട് കാണിക്കണം. പിന്നെ നിങ്ങൾ ഈ ഹൈക്കമാൻഡിൽ പോകുന്ന കാര്യമൊക്കെ നമുക്കറിയാം, അതാരോടും പറയണ്ട. ഈ ഹൈക്കമാൻഡിൽ പോകുന്ന നമ്മൾ വിജയിച്ച് പോകുന്നതാണ് എന്നുള്ളൊരു അഹങ്കാരം ഉള്ളിലുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരോ, അതുകൊണ്ട് അതാരോടും പറയണ്ട. നിങ്ങൾ ഈ വിജയിച്ച് പോകുന്നവരാന്നുള്ള ആ ധാർഷ്ട്യം ഉണ്ട്, സാരമില്ല. അപ്പോൾ എനിക്ക് ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, എന്ത് പദം കിട്ടിയാലും സൂപ്പറാക്കുക. 5 വർഷം ഉണ്ടല്ലോ, അടിച്ച് പൊളിക്കുക. ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, വെറും ഓട്ടയും ഒന്നുമില്ല ഇതിൽ. പക്ഷെ അങ്ങോട്ട് പിടിച്ച് തിരിച്ചിട്ടുണ്ടല്ലോ, സൂപ്പറാക്കി കയറി വരിക. വോട്ട് ചെയ്തവർ കുറേ ആൾക്കാരില്ലേ, അവരെ സന്തോഷിപ്പിക്കുക. ഒരു പൗരൻ എന്നുള്ള എനിക്ക് ഇത്രേ പറയുള്ളൂ. കളിപ്പിച്ചതല്ല കേട്ടോ, പകുതി വരെ കളിപ്പിച്ചതാ ആ ചിമ്പിപ്പൊതുന്നതൊക്കെ, പക്ഷെ ബാക്കി കളിപ്പിച്ചതല്ല. നിങ്ങൾക്ക് അധികാരം കിട്ടി, ഏത് പദം കിട്ടിയാലും ഭരിക്കാൻ അറിവ് കുറവാണെങ്കിൽ ചോദിച്ചോളൂ. ആൺകുട്ടികളുണ്ടല്ലോ അവിടെ കേന്ദ്രത്തിൽ, കക്കാനും മുടിക്കാനും ഒന്നും അറിയാതെ ശരിക്ക് ഈ കേരളത്തിൽ പറയുന്ന പോലുള്ള തീവ്രവാദം കാണിക്കാതെ നല്ല രീതിയിൽ ഭരിക്കുന്ന ആണുങ്ങളുണ്ട് കേന്ദ്രത്തിൽ. അവരോട് ചോദിച്ചോളൂ. എന്തിനടക്കം നമ്മുടെ സാറോട്, മോദി സാറോടക്കം ചോദിക്കാം, ഒരു സ്റ്റേറ്റ് എങ്ങനെ ഭരിക്കണം, അല്ലെങ്കിൽ ഒരു ഏത് പദം കിട്ടിയാലും, ചെറിയ പദമാണെങ്കിലും വലിയ പദമാണെങ്കിലും ചോദിക്കുക. എന്നാൽ അതിന് നാണക്കേട് പാടില്ല. ഏതൊരാളും നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ബഹുമാനിക്കാൻ പഠിക്കണം. അപ്പോൾ സൂപ്പറാക്കി 5 വർഷം സൂപ്പറാക്കി ഭരിക്കുക. ബൈ ബൈ, ടാറ്റാ.